മാർച്ച് 8-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഇന്ത്യയിലെ ഈ ഒരു മാനുഫാക്ചറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിൽ വന്നിട്ടുള്ള ഒരു ഡ്രോപ്പ് ആണ്. അതേസമയത്ത് സർവീസ് സെക്ടറുമായി ബന്ധപ്പെട്ട പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിലെ ഒരു റൈസും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാർട്ടർ 3യുടെ റിസൾട്ടും അതുപോലെ തന്നെ ഈ ഒരു പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിൽ വന്നിട്ടുള്ള വാരിയേഷനും എന്താണ് ഇന്ത്യൻ എക്കണോമിയുടെ ഫോർത്ത് ക്വാർട്ടറിനെ സംബന്ധിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയുടെ സാഹചര്യത്തെക്കുറിച്ച് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ അനലൈസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫെബ്രുവരിയിലെ സർവീസ് സെക്ടറുമായി ബന്ധപ്പെട്ട പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ്, അതായത് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു സർവേ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ്. അതായത് നമ്മുടെ എക്കണോമിയിൽ ഫ്യൂച്ചറിൽ എങ്ങനെയാണ്, വരും മാസങ്ങളിൽ എങ്ങനെയാണ് ഒരു ട്രെൻഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് പല പ്രൈവറ്റ് കമ്പനികൾ HSBC ഒക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് സർവീസ് സെക്ടറുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ ജാനുവരി മാസത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഫെബ്രുവരിയിൽ വർദ്ധിച്ചിട്ടുണ്ട്, 59ലേക്ക് എത്തിയിട്ടുണ്ട്, 100ൽ 59ലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയത്ത് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ 56.3ലേക്ക് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അത് സർവീസ് സെക്ടറിന്റെ സൈഡിൽ നോക്കുമ്പോൾ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് വർദ്ധിച്ചിട്ടുണ്ട്, മാനുഫാക്ചറിംഗ് സെക്ടറിൽ കുറവായിട്ടുണ്ട്. അപ്പോൾ ഇത് PMI എബോവ് 50 ഇൻഡിക്കേറ്റ്സ് ഗ്രോത്ത്, അതായത് എക്സ്പാൻഷൻ തന്നെയാണ് PMI എബോവ് 50 ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ രണ്ട് ചേഞ്ചസ്, അതായത് സർവീസ് സെക്ടറിൽ പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ഇൻക്രീസ് ആണ്, മാനുഫാക്ചറിംഗ് സെക്ടറിൽ നെഗറ്റീവ് ആണ് എന്നുള്ളത് ഒരു സിറ്റുവേഷനെയാണ് കാണിക്കുന്നതായിട്ടുള്ളത്. പ്രത്യേകമായിട്ടും നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഫോറിൻ ക്യാപിറ്റൽ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ ഇടിഞ്ഞ് താഴോട്ട് പോയിട്ടുള്ളത്. അതേസമയത്ത് മാനുഫാക്ചറിംഗ് അതുപോലെ തന്നെ സർവീസ് സെക്ടേഴ്സിൽ ഈ രണ്ട് മേഖലകളുമാണ് ഇന്ത്യൻ GDPയിലേക്ക് 80% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ളത്. ഇത് ഒരു എക്സ്പാൻഡിങ് ഫേസിൽ തന്നെയാണ് എന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഫണ്ടമെന്റൽസ് നമ്മുടെ രാജ്യത്തിന് സ്റ്റിൽ ഉണ്ട് എന്നുമാണ് ഈ ഒരു രണ്ട് നമ്പേഴ്സും കാണിക്കുന്നതെന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ക്വാർട്ടർ 3യിൽ വിവിധ കമ്പനികളുടെ ഫൈനാൻഷ്യൽ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തതിൽ മിക്ക കമ്പനികളും സോളിഡ് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ എക്കണോമിക് റെസിലിയൻസിനെ സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. അതേസമയത്ത് US-ന്റെ റെസിപ്രോക്കൽ താരിഫുകൾ പ്രാബല്യത്തിൽ വരാൻ പോവാണ് April 2 മുതൽ എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മാനുഫാക്ചറിംഗ് സെക്ടറിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ പോലും ഇത് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈലാറ്ററൽ ടോക്സുമായിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സർവീസ് സെക്ടറിൽ പ്രത്യേകിച്ചും IT റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വലിയ ത്രെട്ട് ഉണ്ട്. നമ്മൾ ഡീപ് സീക്ക് ഉണ്ടാക്കുന്ന ത്രെട്ടിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് നടത്തി R&Dയിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ രാജ്യത്ത് അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ IT സെക്ടറിന്റെ ഗ്രോത്ത് അത് ഗ്രോ ചെയ്യുന്നുണ്ട്, പക്ഷെ സ്ലോവർ ആണ് എന്നുള്ളതാണ്. ഏകദേശം ഫൈനാൻഷ്യൽ ഇയർ 25-ല് 24-25-ല് 5.1% ഗ്രോത്ത് ആണുള്ളത്. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഗ്ലോബൽ ഗ്രോത്ത്, പ്രത്യേകിച്ചും ചൈനയുടെ ഒക്കെ ഗ്രോത്തും അതേസമയത്ത് ഈ ഒരു റെസിപ്രോക്കൽ താരിഫുകളൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റബിലിറ്റിക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് കരുതുന്നുള്ളത്. അപ്പം നാസ്കോം പോലുള്ള ഏജൻസീസ് ജിയോ പൊളിറ്റിക്കൽ അപ്ഹീവൽസും അതുപോലെ തന്നെ റൈസിംഗ് താരിഫുകളും ഇന്ത്യയുടെ എക്കണോമിക്ക് ഒരു ത്രെട്ടായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തെ മാനുഫാക്ചറിംഗ് സെക്ടറും അതുപോലെ തന്നെ സർവീസ് സെക്ടറും ഈ ഒരു സിറ്റുവേഷനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഗ്ലോബൽ പ്രൊട്ടക്ഷനിസം പോലുള്ള ഇപ്പോൾ US എടുത്ത പോലുള്ള അവരുടെ എക്കണോമിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മെഷേഴ്സിനെതിരെ അല്ലെങ്കിൽ യുഎസിന്റെ ആ ഒരു റിസഷൻ ത്രെട്ടിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റുവാണെന്നെങ്കിൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. US എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ ആണ്. അപ്പോൾ അവിടെ ആ ഒരു US-ന്റെ എക്കണോമിയിൽ ഉണ്ടാവുന്ന ഡിസ്റപ്ഷൻസ് അത് ഇന്ത്യയെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ റിസ്കുകളെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ കുറെ കൂടി ഡൈവേഴ്സിഫൈ ചെയ്യുന്നതായിട്ട് കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഉൾപ്പെടേണ്ടതായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ രാജ്യങ്ങളുടെ മാർക്കറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് മാറ്റം വരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത, റീസെന്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള അവലാഞ്ച്, ഉത്തരാഖണ്ഡിലുണ്ടായിട്ടുള്ള അവലാഞ്ച് ഇത്തരത്തിലുള്ള അപകടങ്ങളെ സംബന്ധിച്ചുള്ള എഡിറ്റോറിയൽ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത്തരത്തിൽ ഹിമാലയൻ റീജിയൻസിലുള്ള വിവിധ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് അതെങ്ങനെയാണ് ഒരു ഇക്കോളജിക്കൽ ഡിസാസ്റ്റർ ആയിട്ട് മാറുന്നതെന്ന് നോക്കാം. അപ്പോൾ റീസെന്റ് ആയിട്ട് ഉത്തരാഖണ്ഡിലെ മാന വില്ലേജിൽ ഒരു അവലാഞ്ച്, മഞ്ഞുമല ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. 23ഓളം വർക്കേഴ്സ് ട്രാപ്പഡ് ആവുകയും 8 പേരോളം മരണപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ വർക്ക് സൈറ്റിലായിരുന്നു ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. ഏകദേശം 60 മണിക്കൂറോളം എടുത്തിട്ടാണ് 10,500 അടി ഉയരത്തിൽ വെച്ചിട്ട് ഈ ആൾക്കാരെ രക്ഷിക്കാനും മറ്റുമൊക്കെ ഉള്ളത്. അപ്പോൾ ഹെലികോപ്റ്റേഴ്സും ഡ്രോൺസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സൈബർവേസിനെ ലൊക്കേറ്റ് ചെയ്ത് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള അവലാഞ്ചേഴ്സ് അല്ലെങ്കിൽ മഞ്ഞുമല ഇടിയുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഹിമാലയൻ സ്റ്റേറ്റ്സിൽ വളരെ കോമൺ ആണ്, പ്രത്യേകിച്ചും ഉത്തരാഖണ്ഡിൽ. അവിടുത്തെ
വില്ലേജുകളും മറ്റുമൊക്കെ ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് വിന്റർ ടൈമിൽ ഉണ്ടായിട്ട് കംപ്ലീറ്റ്ലി ഡെസേർട്ടഡ് ആവുന്ന സാഹചര്യമുണ്ട്. മൈഗ്രന്റ് വർക്കേഴ്സ് ഒന്നും തന്നെ ഇത്തരത്തിലുള്ള റിസ്കുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവെയർ അല്ല. കാരണം ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന് ജോലി ചെയ്തെടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൃത്യമായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് പലപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറാറുണ്ട് എന്നുള്ളത്. ഇത്തരത്തിലുള്ള അവലാഞ്ചേഴ്സിനെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാവുന്ന ട്രിഗറിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ സേഫർ ആയിട്ടുള്ള ലിവിംഗ് കണ്ടീഷൻസോ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസോ ബെറ്റർലി ഡിസൈൻഡ് ആയിട്ടുള്ള ഷെൽട്ടേഴ്സോ ഒന്നും തന്നെ ഈ ഒരു മൈഗ്രന്റ് വർക്കേഴ്സിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നതിന് വേണ്ടിയും സർവൈവൽ റേറ്റ് കുറയുന്നതിനും കാരണമാകുന്നത് എന്നാണ് ഓഥർ പറയുന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ബോംബ് ഷെൽട്ടേഴ്സും മറ്റുമൊക്കെ ഡിസൈൻ ചെയ്യണം, റിസർച്ച് സ്റ്റേഷൻസ് ഉണ്ടാക്കണം, പ്രത്യേകിച്ചും ഇത്തരത്തിൽ അവലാഞ്ചി ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ്. ഇത്തരത്തിൽ ആൾക്കാരെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ റെസ്ക്യൂ ചെയ്യുക എന്നുള്ള ഫോക്കസിൽ നിന്ന് മാറിയിട്ട് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സിനെ പ്രിവെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതായിട്ടുള്ളതെന്നും ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് നമ്മുടെ വുമൻസ് ഡേയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തയാണ്. പ്രത്യേകിച്ചും പബ്ലിക് പ്ലേസസിൽ സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റുമായി ബന്ധപ്പെട്ട വാർത്തയാണെന്ന് ഓർത്ത് വെക്കുക. ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ് March 8. അപ്പോൾ ഈ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്ലേസസിൽ സ്ത്രീകളുടെ മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്, ആർട്ടിക്കിളാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സിൽ വളരെ പിന്നിലാണ്. 177 രാജ്യങ്ങളുള്ള ഈ ഒരു ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 128 ആണെന്ന് ഓർത്ത് വെക്കുക. അതായത് ഇന്ത്യയിൽ സ്ത്രീകളുടെ സമാധാനം അതുപോലെ തന്നെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ പിന്നോക്കമാണ് നമ്മുടെ രാജ്യം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ വുമൺ ഇന്ത്യയിൽ പ്രത്യേകിച്ച് പബ്ലിക് പ്ലേസസിൽ വളരെയധികം ബാരിയേഴ്സ് നേരിടുന്നുണ്ട്. അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഓഥർ പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു പബ്ലിക് പ്ലേസസ് ജെൻഡേർഡ് ആണ് എന്നുള്ളതാണ്. പലപ്പോഴും സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അവരവരുടെ പ്രൈവറ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സ്ഫിയറിലേക്ക് മാത്രം അവർക്ക് സ്വകാര്യത ഉറപ്പുവരുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതം എന്ന് തോന്നുന്ന വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിലേക്ക് മാത്രം ഒതുക്കപ്പെടുന്നു എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതായത് അത് അവരുടെ ഓട്ടോണോമിയെയും അതുപോലെ തന്നെ അവർക്ക് വൈറ്റൽ ആയിട്ടുള്ള സർവീസുകൾ ആക്സസ് ചെയ്യുന്നതിൽ നിന്നും അവരെ ലിമിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതും ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള വയലൻസുകൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്. ഈവൻ പബ്ലിക് പ്ലേസസിലായിക്കോട്ടെ, അവരുടെ വീടിനകത്തായിക്കോട്ടെ, അതായത് ഈവൻ വീടുകളെ പോലും സേഫ് പ്ലേസ് എന്ന് വിളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ പബ്ലിക് പ്ലേസസിൽ അതേപോലെ തന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പർപ്പസുകളിൽ പബ്ലിക് പ്ലേസസ് യൂസ് ചെയ്യുന്നത് വളരെ കൂടുതലാണ്. അതേസമയത്ത് അവരുടെ ഫ്രീഡം വളരെയധികം റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു ലിമിറ്റേഷൻ കാരണം എന്നും ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വുമൺ സേഫ്റ്റി പബ്ലിക് പ്ലേസസിൽ എന്ന് പറയുന്ന ഒരു കൺസേൺ ആയിട്ട് മാറിയുണ്ട്. സൊസൈറ്റി പ്രത്യേകിച്ചും വിക്ടിംസിനെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലാണ്. സ്ത്രീകളെ നീ എന്തിനാ അവിടെ പോയി എന്നുള്ള രീതിയിൽ, ആ ഒരു സ്ഥലത്ത് എന്തിനാ പോയത് എന്ന രീതിയിൽ വിക്ടിമിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നടന്നു പോകുന്നത്. അപ്പോൾ പബ്ലിക് പ്ലേസസുകളെ കുറെ കൂടി സ്ത്രീകൾക്ക് കൂടി ജെൻഡർ ഫ്രണ്ട്ലി ആക്കി മാറ്റണം എന്നുള്ളതാണ് ഓഥർ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ പബ്ലിക് പ്ലേസസുകളെ ഫ്രീലി ആക്സസ് ചെയ്യാൻ പറ്റും, ഒരു തരത്തിലുള്ള പേടിയോ ഒന്നുമില്ലാതെ ഫ്രീലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പബ്ലിക് പ്ലേസുകൾ വുമൻസിന് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന, അവർക്ക് ലെയ്ഷ്യർ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന, വിശ്രമിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കി മാറ്റേണ്ടതുണ്ട്. അവിടെ ആ ഒരു ജെൻഡർ ഡിവൈഡ് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പബ്ലിക് പ്ലേസസിൽ സ്ത്രീകളുടെ പ്രസൻസ് കുറെ കൂടി ഫണ്ടും അതുപോലെ തന്നെ റിലാക്സേഷനും പ്രൊവൈഡ് ചെയ്യും, അവർക്ക് സൊസൈറ്റിയൽ റെസ്ട്രിക്ഷൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പോളിസി ചേഞ്ചസ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതായത് പബ്ലിക് പ്ലേസുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബെറ്റർ ആയിട്ടുള്ള ലൈറ്റിങ്ങൾ, ആക്സസിബിൾ ആയിട്ടുള്ള ടോയ്ലറ്റുകൾ, റിക്രിയേഷണൽ ഏരിയ തുടങ്ങിയവ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള വയലൻസുകൾക്കെതിരെ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് അത് കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും പല രാജ്യങ്ങളിലും ഇന്ത്യയെ പോലുള്ള രാജ്യത്തും നോക്കിക്കഴിഞ്ഞാൽ കൺവിക്ഷൻ റേറ്റ്, അതായത് കുറ്റാരോപിതരുടെ അവരെ കോടതിയിൽ ട്രയൽ നടത്തി ശിക്ഷിക്കപ്പെടുന്ന നിരക്ക് എന്ന് പറഞ്ഞാൽ കൺവിക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് എന്ന് കാണാൻ പറ്റും. ഇത് പലപ്പോഴും കുറ്റങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതിന് കാരണമാകുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ ഒഴിവാക്കേണ്ടതായിട്ട്, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് വ്യക്തികളുടെ സ്ത്രീകളുടെ മുകളിൽ ചുമത്തുന്നതിന് പകരം അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി മാറ്റി ഇത്തരത്തിലുള്ള പ്ലേസുകൾ അവർക്ക് സെക്യൂർ ആണെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് പോകേണ്ടതാണ് എന്നും ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അടുത്തത് സുപ്രീം കോടതി പെഗാസസ് കേസ് ഹിയറിംഗിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു പെഗാസസ് കേസ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട റിലവൻസ്, സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമൊക്കെയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സുപ്രീം കോടതി ഇന്ത്യൻ ഗവൺമെന്റ് പെഗാസസ് സ്പൈവെയർ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള
അതായത് ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ജേർണലിസ്റ്റുകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആക്ടിവിസ്റ്റുകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പെഗാസസ് സോഫ്റ്റ്വെയർ ഇന്ത്യൻ ഗവൺമെന്റ് യൂസ് ചെയ്തു. ഓർത്ത് വെക്കുക, ഇന്ത്യൻ ഗവൺമെന്റ് സ്പൈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ്. ഈ ഒരു കേസ് 2 വർഷമായിട്ട് പെൻഡിങ്. ഓർത്ത് വെക്കുക, 2 വർഷം മുന്നേ ഉയർന്നു വന്നിട്ടുള്ള കേസാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് കോടതിയുടെ ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് പെറ്റീഷണറുടെ ആവശ്യം. അപ്പോൾ എന്താണ് ഈ പെഗാസസ് എന്ന്? പെഗാസസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൈവെയർ ആണ്, ഒരു ചാര സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് ആൾക്കാരുടെ മൊബൈലിലേക്ക് ഇൻവാസീവ് ആയിട്ടുള്ള ഒരു സർവൈലൻസ് ടൂൾ ആയിട്ട് വരും. അതിന് മൊബൈലിലേക്ക് എൻട്രി ചെയ്തതിന് ശേഷം അവരുടെ ഫോണുകളെ മോണിറ്റർ ചെയ്യും, സ്മാർട്ട് ഫോണുകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിലത്തെ ഡാറ്റ, മെസ്സേജുകൾ, കോളുകൾ ഇതെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്തിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ക്രിയേറ്ററിൽ അടുത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആരാ ഡെവലപ്പ് ചെയ്തത്? ഇസ്രായേലിയുടെ സൈബർ ഇന്റലിജൻസ് ഫേം ആയിട്ടുള്ള NSO ഗ്രൂപ്പാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അവര് ഗവൺമെന്റ് ഏജൻസികൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? ടെററിസം, ക്രൈമും തടയാൻ വേണ്ടിയിട്ട്. അതായത് ടെററിസ്റ്റുകളുടെയും മറ്റുമൊക്കെ മൊബൈലുകളിലേക്ക് ഇത് അയച്ചു കൊടുത്ത് അവരുടെ പ്ലാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഇതേ സോഫ്റ്റ്വെയർ, NSOയുടെ ഇതേ സോഫ്റ്റ്വെയർ ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ജേർണലിസ്റ്റുകളെയും ലോയേഴ്സിനെയും ഹ്യൂമൻ റൈറ്റ് ആക്ടിവിറ്റീസിനെയും ഒക്കെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി, ഗവൺമെന്റിനെതിരെ ഇവരെന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദുരുപയോഗിച്ചു എന്നതാണ് ഇവിടുത്തെ ആരോപണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, സാധാരണ നമ്മൾക്ക് വരുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹാക്കേഴ്സ് ഒക്കെ ക്ലിക്ക് മെത്തേഡാണ് യൂസ് ചെയ്യുക. ഒരു ലിങ്ക് വരും, ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ സോഫ്റ്റ്വെയർ നമ്മുടെ മൊബൈലിലേക്ക് വരും. ഓർത്ത് വെക്കുക, ഈ ഒരു പെഗാസസിന്റെ പ്രത്യേകത ഇത് സീറോ ക്ലിക്ക് മെത്തേഡാണ്. അതായത് ഈ ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിവൈസിലേക്ക് വരുന്നതും അല്ലെങ്കിൽ നമ്മളുടെ അനുമതിയോടുകൂടിയോ നമ്മൾ അറിയത്ത് പോലുമില്ല ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു എന്നുള്ളത്. അതായത് പലപ്പോഴും പല ആപ്പുകളിലുമുള്ള വൾണറബിലിറ്റി, ഉദാഹരണത്തിന് വാട്സപ്പ്, iMessage, ഫേസ് ടൈം തുടങ്ങിയിട്ടുള്ള പല ആപ്പുകളിലുള്ള വൾണറബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ ഈവൻ നമ്മൾ അത് ഓപ്പൺ ചെയ്യുകയോ ആൻസർ ചെയ്യുകയോ ഒന്നും തന്നെ വേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെഗാസസ് എന്ന് പറയുന്നത് സീറോ ഡേ വൾണറബിലിറ്റിയെ പോലും, അതായത് ആപ്പിൾ പ്രൊഡക്റ്റുകളിൽ പോലും, ആപ്പിളിന്റെ സോഫ്റ്റ്വെയർസ്, ഐഫോൺസ് ഒക്കെ കുറച്ചുകൂടി സേഫ് ആണെന്ന് പറഞ്ഞാൽ ഈവൻ അതിനെ പോലും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്നുള്ളതാണ്. സീറോ ഡേ വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഉണ്ടാകുന്ന ഒരു അൺഡിസ്കവേർഡ് ആയിട്ടുള്ള ഫ്ലോ ആണ്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ മാനുഫാക്ചർ പോലും മനസ്സിലാക്കാത്ത ഈ മിസ്റ്റേക്ക്, അതായത് അതിന്റെ സോഫ്റ്റ്വെയറിലുള്ള എന്തെങ്കിലും ഗ്ലിച്ചിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പെഗാസസ് സ്പൈവെയർ വർക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് പല റിപ്പോർട്ടുകളും ഇൻവെസ്റ്റിഗേഷനും പറയുന്നത് വെച്ചാൽ ഇത് ജേർണലിസ്റ്റുകളെയും ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകളെയും ലോയേഴ്സിനെയും ഓപ്പോസിഷൻ ലീഡേഴ്സിനെയും ഹെഡ്സ് ഓഫ് സ്റ്റേറ്റിനെയും ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, രാഷ്ട്രീയക്കാരെയൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നതായിട്ടുള്ളത്. സൗദി അറേബ്യ, മെക്സിക്കോ, മൊറോക്കോ, ഹംഗറി, അസർബൈജാൻ, റുവാണ്ട തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളും ഇതിന്റെ മിസ്യൂസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഓർത്ത് വെക്കേണ്ട, പെഗാസസ് സ്പൈവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസിയെ ത്രട്ടൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റിയെയും ത്രട്ടൺ ചെയ്യുന്നത്. കാരണം പലപ്പോഴും ഈ ഒരു കറപ്ഷനെ എക്സ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹ്യൂമൻ റൈറ്റ്സിനെ എക്സ്പോസ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതേസമയത്ത് ഇത് പ്രസ് ഫ്രീഡത്തെയൊക്കെ അണ്ടർമൈൻ ചെയ്യും. കാരണം ജേർണലിസ്റ്റുകളുടെ ഡാറ്റയൊക്കെയാണ് ഇവർ കളക്ട് ചെയ്യുന്നത്. അവരുടെ സോഴ്സസ്, അവരുടെ മെത്തേഡ്സ്, അവരുടെ മെറ്റീരിയൽസ് ഒക്കെ ലീക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ സോവറിറ്റി, പരമാധികാരത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റിയെ തന്നെ ബാധിക്കും. പ്രത്യേകിച്ചും ഫോറിൻ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൊബൈലിൽ സ്പൈവെയർ ഉണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ ആർക്ക് ചോർത്താൻ പറ്റും? വിദേശ രാജ്യങ്ങൾക്ക് ചോർത്താൻ പറ്റും എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയൊക്കെ ചോർത്താൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്നുകൂടി ഓർത്ത് വെക്കാം. പക്ഷേ പെഗാസസിനെ കണ്ടെത്തുക, അതിനെ റിമൂവ് ചെയ്യുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണെന്ന് പറയാൻ പറ്റും. കാരണം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പോലും ആൾക്കും അറിയാൻ പറ്റില്ല. ഇത് സെൽഫ് ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. അതായത് സ്വയം നശിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്പൈവെയറിനെ റെഗുലേറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് എന്നുകൂടി ഓർത്ത് വെക്കണം. അപ്പോൾ NSO ഗ്രൂപ്പോ അതിന്റെ ക്ലയൻസോ എല്ലാം തന്നെ ഇത് മിസ്യൂസ് ചെയ്തു, അബ്യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഡിനൈ ചെയ്യാറാണ് പതിവ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അതുകൊണ്ട് തന്നെ അവർ ഇതിന്റെ ഇൻവോൾവ് ചെയ്യാറില്ല. അടുത്തത് റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട വിഷയമാണ്. US ഇന്ത്യയുടെ മേലെ റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ തിരിച്ച് താരിഫ് ഏർപ്പെടുത്തുന്നതിന് പകരം അവര് ബൈലാറ്ററൽ ട്രേഡ്, അതായത് അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ആണ് നടക്കുന്നതെന്നാണ് വാർത്തകൾ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഒഫീഷ്യൽസ് പ്രധാനമായിട്ടും ഒരു ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് US ബന്ധപ്പെട്ട് സൈൻ ചെയ്യാനാണ് ശ്രമിക്കുന്നതായിട്ടുള്ളത്. കാരണം ഏപ്രിൽ 2 മുതൽ ഇന്ത്യയുടെ മേലെ ഹയർ താരിഫാണ് US പ്രസിഡന്റ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഒഫീഷ്യൽസ് അതിന്റെ മേലെ കമന്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. കൊമേഴ്സ് മിനിസ്റ്റർ ഒക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ
ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റ് സൈൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് മെച്ചപ്പെടുത്താൻ വേണ്ടി, താരിഫ് കുറക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ ഇന്റഗ്രേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ബൈലാറ്ററൽ ട്രേഡ്, മ്യൂച്വൽ ട്രേഡ് മെച്ചപ്പെടുത്താനുള്ള എഗ്രിമെന്റ് ആണ്. അപ്പോൾ ഇന്ത്യയെ ഒരു പ്രയോറിറ്റി വാച്ച് ലിസ്റ്റിലാണ് വരുത്തിയിട്ടുള്ളത്, പ്രത്യേകിച്ചും ട്രേഡ് അതുപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് ഗുഡ്സിന്റെ മേലെയുള്ള താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.7% ആണ് ആവറേജ്. അതേസമയത്ത് യുഎസിലെ ഇന്ത്യൻ പ്രൊഡക്റ്റുകളുടെ മേലെ 2.8% ആണ്. ഈ ഒരു ഡിഫറൻസ് ആണ് ട്രംപ് വളരെ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ തഹാവൂർ റാവണയുടെ എക്സ്ട്രഡിക്ഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ചർച്ചകൾ നടന്നു എന്നുള്ള കാര്യം കൂടി വാർത്തയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്ത്യ ഒരു ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് സൈൻ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത വേൾഡ് സ്പൈസ് ഓർഗനൈസേഷന്റെ ഒരു ഡാറ്റയാണ്. അതായത് സ്പൈസസിന്റെ ട്രേഡ് 2030 10 ബില്യൺ US ഡോളറിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് വേൾഡ് സ്പൈസസ് ഓർഗനൈസേഷൻ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു WSO, എന്താണ് ഈ ഒരു വാർത്ത എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഇന്ത്യ എന്ന് പറയുന്നത് സ്പൈസസിന്റെ ഒരു എക്സ്പോർട്ട് മാർക്കറ്റ് ആണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് എക്സ്പോർട്ടർ ഓഫ് സ്പൈസസ് ആണ് നമ്മുടെ രാജ്യം. അതായത് സുഗന്ധദ്രവ്യങ്ങളെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന രാജ്യമാണ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ സീസണിംഗ് മാർക്കറ്റിൽ 0.7% ഷെയർ മാത്രമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. 14 ബില്യൺ US ഡോളറിന്റെ ഷെയർ മാത്രമാണ്. അപ്പോൾ ഇന്ത്യ ഏകദേശം 1.5 മില്യൺ ടൺ സ്പൈസസ്, ഏകദേശം 4.5 ബില്യൺ US ഡോളറിന്റെ സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഏകദേശം 20 ബില്യൺ US ഡോളറുള്ള ഈ ഒരു സ്പൈസ് മാർക്കറ്റിന്റെ 25% ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വാല്യൂ അത് 2030 70% വർദ്ധിപ്പിക്കുക. ഇന്ത്യയുടെ എക്സ്പോർട്ട് ടാർഗറ്റ് 10 ബില്യൺ US ഡോളറിലേക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നാണ് WSO പറയുന്നതായിട്ടുള്ളത്. ഈ ഒരു സ്പൈസ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ന്യൂട്രിയൻ പ്ലസ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടറുമായിട്ടുള്ളതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലൊക്കെ ഒരുപാട് പൊട്ടൻഷ്യൽ അപ്ലിക്കേഷൻസ് ഉള്ളതാണ്. ഇത് ആയുർവേദ, മറ്റ് മെഡിസിനൽ പ്രാക്ടീസസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ്, ഒഡീഷ, ഝാർഖണ്ഡ് തുടങ്ങിയുള്ള പ്രദേശങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട സ്പൈസ് പ്രൊഡ്യൂസർ ആയിട്ട് മാറുന്നുണ്ട്. അതെല്ലാം തന്നെ ഇന്ത്യക്ക് ഒരു സ്പൈസ് എക്സ്പോർട്ടർ ആയിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചും വ്യത്യസ്തമായിട്ടുള്ള അഗ്രോ ക്ലൈമറ്റിക് സോൺസിൽ വ്യത്യസ്തമായിട്ടുള്ള സ്പൈസസ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ അതിനു വേണ്ടിയിട്ട് ഇന്ത്യയുടെ സ്പൈസ് പ്രൊഡക്ഷനെ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, അതിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഒരു സൈഡിൽ നമ്മൾ ഇന്ത്യയുടെ സ്പൈസിന്റെ പ്രൊഡക്ഷൻ അളവ്, ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയത്ത് അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് അതിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളും അതിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും രാജ്യത്തിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് വേൾഡ് സ്പൈസ് ഓർഗനൈസേഷൻ ഇന്ത്യയിലെ ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും പെസ്റ്റ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഹൈജീൻ പ്രാക്ടീസസുകൾ, കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും മറ്റുമൊക്കെ നൽകുന്നുണ്ട് എന്ന് ഓർത്തുക. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഹൈ yielding വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള സ്പൈസ് വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICAR, അതുപോലെ തന്നെ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ സീഡ് സ്പൈസസ് ഒക്കെ ഈ ഒരു മേഖലയിൽ റിസർച്ച് ചെയ്യുന്ന ബോഡീസ് ആണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത അൺയൂഷ്വൽ മെറ്റീരിയൽസ് എന്ന് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ പ്രധാനമായിട്ടും ഗാലിയത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഗാലിയം, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഗാലിയം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സിൽവറി ആയിട്ടുള്ള ഒരു വൈറ്റ് മെറ്റൽ ആണ്. ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ നിയർ ലിക്വിഡ് ആണ്. അതായത് തൊട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ലിക്വിഡ് പോലെ, ഒരു ജെല്ല് പോലെ ഫീൽ ചെയ്യുന്നതാണെന്ന് ഓർത്ത് വെക്കുന്നത്. പക്ഷെ ഓർത്ത് വെക്കുക, ഇത് ഫ്രീ ആയിട്ട് നമുക്ക്, അതായത് ഗാലിയം എന്ന രീതിയിൽ നമുക്ക് ഭൂമിയിൽ കാണാൻ വേണ്ടി പറ്റില്ല. ഇത് മറ്റ് സബ്സ്റ്റൻസ്, ഉദാഹരണത്തിന് സിങ്കിന്റെ ഓർ അല്ലെങ്കിൽ അലുമിനിയത്തിന്റെ ഓർ ആയിട്ടുള്ള ബോക്സൈറ്റ്, അലുമിനിയത്തിന്റെ ഓർ ആണ് ബോക്സൈറ്റ്. ഇതിൽ വളരെ സ്മോൾ ക്വാണ്ടിറ്റീസിലാണ് ഗാലിയം കാണുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഗാലിയത്തിനെ ഉപയോഗിച്ച് നമ്മൾ ഗാലിയം ആർസനൈഡ് ഉണ്ടാക്കും. ഇത് പലപ്പോഴും സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ്. അപ്പോൾ നമ്മൾ പല ഇലക്ട്രോണിക് കോമ്പോണൻസുകൾ ഉണ്ടാക്കാനും ഗാലിയം ആർസനൈഡ് ഉപയോഗിക്കും എന്നുകൂടി ഓർത്ത് വെക്കണം. അപ്പോൾ സെമി കണ്ടക്ടർ വേഫേഴ്സ് ഉണ്ടാക്കാൻ, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ, മൊബൈലുകൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലെ ചിപ്പുകൾ, LEDസിൽ, നമ്മുടെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളിലൊക്കെ, ഡിസ്പ്ലേസിലൊക്കെ ഗാലിയം ആർസനൈഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കണം. അതേപോലെ തന്നെ ഓട്ടോമോട്ടീവ്, അതുപോലെ തന്നെ ലൈറ്റിംഗ് ഇൻഡസ്ട്രീസിലൊക്കെ ഗാലിയം യൂസ് ചെയ്യുന്നുണ്ട്. സെൻസേഴ്സ്, ഈ വിമാനങ്ങൾ, സ്പേസ്, ഡിഫൻസ് സിസ്റ്റത്തിലെ സെൻസേഴ്സ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അതുപോലെ തന്നെ കാൽഷ്യം, റുബീഡിയം, മെർക്കുറി തുടങ്ങിയിട്ടുള്ള നോൺ റേഡിയോ ആക്റ്റീവ് മെറ്റൽസ് നിയർ റൂം ടെമ്പറേച്ചറിൽ കാണുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അതേസമയത്ത് പലത് ലിക്വിഡ് ഫോംസിൽ കാണാറുണ്ട് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോൺ ഹെഞ്ച് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു
തടികൾ കൊണ്ടുള്ള ഒരു വുഡൻ സർക്കിൾ ഡെൻമാർക്കിൽ ഡിസ്കവർ ചെയ്തു എന്നുള്ളതാണ് വാർത്ത വരുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ സ്റ്റോൺ ഹെഞ്ച്, അതെവിടെയാണ് കാണുന്നത്, അതേപോലെ ഈ ഒരു വുഡൻ സർക്കിൾ ഡെൻമാർക്കിൽ കണ്ടു, എവിടെയാണ് കണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആർക്കിയോളജിസ്റ്റുകൾ ഡെൻമാർക്കിലെ ഒരു 4000 വർഷത്തോളം പഴക്കമുള്ള നിയോലിത്തിക് കാലഘട്ടത്തിലുള്ള വുഡൻ സർക്കിൾ കണ്ടെത്തി എന്നുള്ളതാണ്. ഇത് ഇംഗ്ലണ്ടിലുള്ള സ്റ്റോൺ ഹെഞ്ചുമായിട്ട് സിമിലർ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ടൗൺ ഓഫ് ആർസിലാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കണേ. ഏകദേശം 45ഓളം വുഡൻ പൈൽസ് ആണുള്ളത്. 30 മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ ഉള്ള രീതിയിലാണ് മരത്തടികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. മുകളിൽ നിന്ന് നോക്കുമ്പോൾ സർക്കുലർ രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇത് ഒരു തരത്തിലുള്ള സൂര്യനെ വർഷിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റിച്വലിന്റെ സിമ്പിൾ ആയിട്ടാണ് കണക്കാക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റോൺ ഹെഞ്ച് നോക്കാം. സ്റ്റോൺ ഹെഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു സർക്കുലർ രീതിയിൽ ഈ പാറകൾ കുത്തനെ വെച്ചിട്ടുള്ളതാണ്. ഇതൊരു മെഗാലിത്തിക് മോണുമെന്റ് ആണ്. ഇംഗ്ലണ്ടിലെ വിറ്റ്ഷെയറിലാണ് ഈ ഒരു സ്റ്റോൺ ഹെഞ്ച് ഉള്ളത്. ഏകദേശം 3100 1600 BC ഇടയിലായിട്ടാണ് ഈ സ്റ്റോൺ ഹെഞ്ച് പണിതിട്ടുള്ളതെന്നാണ് കരുതുന്നത്. ഇത് മാസീവ് ആയിട്ടുള്ള സ്റ്റാൻഡിങ് സ്റ്റോൺസ് ആണ്. ഇത് സർക്കുലർ രീതിയിലാണ്. ഇത് ആസ്ട്രോണമിക്കൽ പർപ്പസിനോ റിച്വലിസ്റ്റിക് പർപ്പസിനോ അല്ലെങ്കിൽ ബറിയൽ പർപ്പസിനോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. ഉപയോഗിച്ചുള്ളത് സാർസൺ സാൻഡ്സ്റ്റോണും അതുപോലെ തന്നെ ബ്ലൂ സ്റ്റോണും ഒക്കെയാണ്. അപ്പോൾ ഇത് യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് 1986 അംഗീകരിച്ച സ്ഥലമാണ് സ്റ്റോൺ ഹെഞ്ച് ബ്രിട്ടൻ എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു വുഡൻ ആണ് ഇപ്പോൾ ഡെൻമാർക്കിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതേപോലെ വുഡിനെ കൊണ്ടുണ്ടാക്കിയതാണ് ഡെൻമാർക്കിൽ കണ്ടെത്തിയത് എന്ന് ഓർത്തു വെക്കുക. അടുത്തത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുമായി ബന്ധപ്പെട്ടാണ്. വുമൺസ് ഡേയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി സ്കീമാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. മുന്നേയുള്ള സ്കീമാണ്. ആ ഒരു സ്കീമും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെറ്റേണിറ്റി ബെനിഫിറ്റുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം, ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 പ്രകാരം മെറ്റേണിറ്റി ബെനിഫിറ്റുകൾ കിട്ടുക എന്നുള്ളത്, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പ്രസവിച്ച് മുലയൂട്ടുന്ന സ്ത്രീകൾക്ക് ഗവൺമെന്റ് ബെനിഫിറ്റുകൾ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം ഒരു അവകാശമാണ്. അത് നൽകുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇത് കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ആർക്കും ഇതിന്റെ വരുമാനം ഇതിന്റെ ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്താണ് ഈ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. സെൻട്രലി സ്പോൺസേർഡ് സ്കീം എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യും, ഇംപ്ലിമെന്റേഷൻ സ്റ്റേറ്റ് ത്രൂ നടത്തും എന്നുള്ളതാണ്. 2017 മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രഗ്നന്റ് അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് മദർ, ഗർഭിണികളായിട്ടുള്ള അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് എന്നുള്ളതാണ്. ഓർത്തു വെക്കേണ്ട കാര്യം, ഇതിൽ എല്ലാവരും എലിജിബിൾ അല്ല. ഗവൺമെന്റ് എംപ്ലോയീസോ അല്ലെങ്കിൽ ഇതേപോലുള്ള മറ്റ് സ്കീമുകളുടെ ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് ഈ ഒരു സ്കീമിന്റെ ബെനിഫിറ്റ് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും മെറ്റേണൽ ന്യൂട്രീഷൻ, അമ്മമാരുടെ പരിചരണം, അവർക്ക് കൃത്യമായിട്ട് ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ടെന്ന്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസിനെ പ്രൊമോട്ട് ചെയ്യുക, ആശുപത്രിയിൽ പ്രസവം നടത്തുക എന്നുള്ളത്, അതുപോലെ അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് നൽകുക, അതുപോലെ തന്നെ പെൺകുട്ടികളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ജനനത്തിനെ പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയുടെ ഉദ്ദേശമായിട്ടുള്ളത്. ആദ്യത്തെ കുട്ടി ജനിക്കുന്ന സമയത്ത് 5000 രൂപ പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ജനനി സുരക്ഷാ യോജന പ്രകാരമുള്ള അഡീഷണൽ ഫണ്ടിങ്ങും കിട്ടും. അത് ടോട്ടലായിട്ട് ഏകദേശം 6000 രൂപയാണ് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് കിട്ടുക. ഇത് അവരുടെ ആശുപത്രി ചെലവുകൾക്കും അതുപോലെ തന്നെ കുട്ടിയുടെയും അമ്മയുടെയും പരിചരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇൻ കേസ് സെക്കൻഡ് ചൈൽഡ് ജനിക്കുന്ന സമയത്ത് അത് പെൺകുട്ടിയാണെങ്കിൽ വീണ്ടും 6000 രൂപ കിട്ടും എന്നുള്ളതാണ്. അതേ സമയത്ത് ആൺകുട്ടിയാണെങ്കിൽ രണ്ടാമത്തെ ബർത്തിന് കിട്ടില്ല എന്നുള്ളതാണ് ഓർത്തുവെക്കേണ്ടത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും സെക്കൻഡ് ചൈൽഡ് പെൺകുട്ടിയാവുമ്പോൾ അത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അതുവഴി ഇത്തരത്തിലുള്ള ഫീമെയിൽ ഇൻഫാൻസൈഡോ അല്ലെങ്കിൽ ഫീമെയിൽ ഫീറ്റിസൈഡോ ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുമെന്നാണ്. പക്ഷെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രധാനമന്ത്രി മാതൃവന്ദന യോജന അത്ര സക്സസ്ഫുൾ അല്ല. കാരണം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കവറേജ് ആണ്. അതായത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം യൂണിവേഴ്സൽ മെറ്റേണിറ്റി ബെനിഫിറ്റുകളാണ് പ്രൊവൈഡ് ചെയ്യണതെങ്കിലും ഇത് ഫസ്റ്റ് ചിൽഡ്രന് മാത്രമേ, ആദ്യത്തെ കുട്ടിക്ക് മാത്രമേ നൽകുന്നുള്ളൂ. സെക്കൻഡ് ചൈൽഡിന് ഇതിന്റെ ബെനിഫിറ്റ്, അത് പെൺകുട്ടിയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആൺകുട്ടി, സെക്കൻഡ് ചൈൽഡ് ആൺകുട്ടിയാണെങ്കിൽ ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് പല ആൾക്കാരും സെക്കൻഡ് ഡെലിവറി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ആവാതിരിക്കാൻ കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയത്ത് ബഡ്ജറ്റിൽ കൃത്യമായിട്ടുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യില്ല. 2023-24 870 കോടി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് അതിന്റെ 1/3 മാത്രമാണ് 2019-20 അലോക്കേറ്റ് ചെയ്തതിനേക്കാൾ 1/3 മാത്രമാണ് 2023-24 അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 90% ഓഫ് ദി ബർഡ്സും 6000 രൂപ മാത്രമേ നൽകുന്നുള്ളൂ എന്നുള്ളതാണ്.
അറ്റ്ലീസ്റ്റ് 12,000 കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു 90% ബർത്തുകളെങ്കിലും 6,000 രൂപ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റൊന്നാണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ വളരെ പുവർ ആണ് എന്നുള്ളത്. സ്കീമിന്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് 2019-20 36% ഉണ്ടായിരുന്നെങ്കിൽ 2023-24 വെറും 9% ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു സ്കീമിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഇതിലുള്ള ബ്യൂറോക്രാറ്റിക് ഹേർഡിൽസ്, അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ഹേർഡിൽസ്. ഈ ഒരു സ്കീം ആധാർ ബേസ്ഡ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ കൊണ്ടുവന്നു. പക്ഷേ അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ആശാ വർക്കേഴ്സിനൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. പലപ്പോഴും സോഫ്റ്റ്വെയർ ഫെയിലിയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന്റെ ബെനിഫിറ്റുകൾ ഈ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള വിമൻസിന് കിട്ടാത്ത സാഹചര്യത്തിലേക്ക് വന്നു. അത് ഈ ഒരു സ്കീമിന്റെ ഇംപ്ലിമെന്റേഷൻ അത്ര സുഖകരമായിട്ട് പോയില്ല. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം കൃത്യമായിട്ടുള്ള ഫുഡ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് ഇന്ത്യയുടെ ലാർജ് പോപ്പുലേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വെൽഫെയർ ബേസ്ഡ് ആയിട്ടുള്ള സ്കീമിൽ ഫുഡ് സെക്യൂരിറ്റി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള, നൽകുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായി മാറി, ലഭിക്കുക എന്നുള്ളത് ജനങ്ങളുടെ ഉത്തരവാദിത്തം. അപ്പോൾ എല്ലാ പ്രഗ്നന്റ് വിമൻസിനും, അതായത് ഫോർമൽ സെക്ടറിൽ ഇല്ലാത്ത എല്ലാ പ്രഗ്നന്റ് വുമൻസിനും 6,000 രൂപ പെർ ചൈൽഡ് മെറ്റേണിറ്റി ബെനിഫിറ്റുകളും ഫുഡുകളും കിട്ടാൻ വേണ്ടി നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം അവകാശമുണ്ട്. പക്ഷേ ഈ ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റുകൾ കൃത്യമായിട്ടുള്ള ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ പ്രഗ്നന്റ് വുമണിന് റെസ്റ്റ് കിട്ടുന്നുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി സഹായിക്കും എന്ന് കൂടി ഓർത്തിരിക്കുന്നതാണ്. പക്ഷേ ഇംപ്ലിമെന്റേഷൻ ചാലഞ്ചസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗ്രാസ് റൂട്ട് ഇംപ്ലിമെന്റേഷൻ വേണം. അതായത് ഇത്തരത്തിലുള്ള ആശാ വർക്കേഴ്സിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അവരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട്, കുറച്ചുകൂടി അംഗൻവാടി വർക്കേഴ്സിനെ, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഗ്രാസ് റൂട്ട് ലെവൽ ഇംപ്ലിമെന്റേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. ബെനിഫിഷ്യറിനെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ഈ ഒരു സ്കീമിന്റെ ബെനിഫിറ്റുകൾ നൽകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലോ ഇൻകം വർക്കേഴ്സിനെ, ഇൻഫോർമൽ എക്കണോമിയിലുള്ള ലോ ഇൻകം വർക്കേഴ്സിനെയും ഇതിന്റെ ബെനിഫിറ്റിലേക്ക് കൊണ്ടുവരിക. അവർ പ്രത്യേകിച്ചും പെയ്ഡ് മെറ്റേണിറ്റി ലീവ് പോലുള്ള ബെനിഫിറ്റുകൾ കിട്ടാത്ത ആൾക്കാരായിരിക്കും. അവരെയും ഈ ഒരു സ്കീമിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഓൾ പ്രഗ്നന്റ് വുമൺ, ഇറസ്പെക്റ്റീവ് ഓഫ് ജോബ്, ഇറസ്പെക്റ്റീവ് ഓഫ് എവറിത്തിങ്, ഓൾ പ്രഗ്നന്റ് വുമൺ ഇതിന്റെ കാറ്റഗറിയിലേക്ക് വരുത്തുക. അതുപോലെ തന്നെ ഫസ്റ്റ് ചൈൽഡിനും സെക്കൻഡ് ചൈൽഡിനും ഈ ഒരു സ്കീമിന്റെ ബെനിഫിറ്റ് നൽകുക എന്നുള്ളതൊക്കെ ഇതിനെ സക്സസ് ആക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ പോഷൻ അഭിയാൻ, അതുപോലെ തന്നെ JSY, അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറ്റേണിറ്റി, പല സംസ്ഥാനങ്ങളും, ഉദാഹരണത്തിന് തമിഴ്നാട്ടിലും ഒഡീഷയിലൊക്കെ അവരുടേതായിട്ടുള്ള സ്കീമുകളുണ്ട്. അപ്പോൾ അത്തരം സ്കീമുകളുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് ട്രാൻസ്ഫേഴ്സിന്റെ കൂടെ തന്നെ ന്യൂട്രീഷൻ കിറ്റുകൾ നൽകുക, ആന്റിനാറ്റൽ കെയർ നൽകുക, പോസ്റ്റ് പാർട്ടം സപ്പോർട്ടുകൾ നൽകുക, അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള മെറ്റേണൽ, അതുപോലെ തന്നെ ചൈൽഡ് ഹെൽത്ത് ഔട്ട്കം ഉണ്ടാക്കാൻ ഇതെല്ലാം സഹായിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്, ഇൻഡിപെൻഡന്റ് ഓഡിറ്റിംഗ് ഒക്കെ നടത്തുക എന്നത് വഴി സ്കീമിന്റെ ഇഫക്റ്റീവ്നെസ് മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റും. പലതരത്തിലുള്ള ഡിജിറ്റൽ ഹേർഡിൽസ് നമ്മൾ ഇതിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അതിനെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരം എക്സ്ക്ലൂഷൻസിനെ ആൾക്കാർ ഒഴിവാക്കപ്പെടുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള പേയ്മെന്റുകൾ, ഒരു തരത്തിലുള്ള ഡിലേയും ഇല്ലാതെ പേയ്മെന്റുകൾ നൽകുക എന്നുള്ളതൊക്കെ, ജൻധൻ അക്കൗണ്ട് വഴിയൊക്കെ നൽകുക എന്നുള്ളത് സ്കീമിന്റെ ഇംപ്ലിമെന്റേഷനെ കുറെ കൂടി വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഈ ഇലക്ഷൻ വോട്ടേഴ്സ് കാർഡുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് 3 മാസത്തിനുള്ളിൽ പരിഹരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ നിലവിലുള്ള ആരോപണങ്ങൾ, അതായത് ഒരുപാട് തെറ്റായിട്ടുള്ള ആൾക്കാർ ഇലക്ഷൻ റോളിൽ കയറിയിട്ടുണ്ട് എന്ന് പറയുന്ന പ്രശ്നത്തെ കൃത്യമായിട്ട് പരിഹരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയാണ് വിവിധ പാർട്ടീസുമായിട്ടൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ചർച്ചകൾ നടത്തുന്നുണ്ട്, ഇതിന് എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷനുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ വരും എന്ന് നമുക്ക് കരുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.